വിദ്യാസാഗർ ഗുരുമൂർത്തി ഇവിടെ ഇസ്കോണിനെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ? ഇസ്കോണിനെ നിരോധിക്കണമെന്ന ആവശ്യം ഉയർത്തുന്നു, കോടതിയെ സമീപിക്കുന്നു. ദൈവാധീനം കൊണ്ട് കോടതി അത് നിരാകരിക്കുന്നു, തള്ളിക്കളയുന്നു. ഇപ്പോഴിതാ ഇസ്കോണിനെ നയിക്കുന്ന ആചാര്യനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അതും വളരെ വളരെ ദുർബലമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഇസ്കോണിനെ പൂർണ്ണമായും നിർവീര്യമാക്കാനുള്ള ശ്രമം, പിന്നെ ഇസ്കോണിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം എല്ലാം വളരെ സജീവമായിട്ട് തകൃതിയായിട്ട് നടക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ബംഗ്ലാദേശ് നീങ്ങുന്നത്? വിദ്യാസാഗർ, വളരെ അപകടകരമായ മതസ്വാധീനത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല, ബംഗ്ലാദേശിന്റെ തുടക്കം തന്നെ മതപരമായ വിഭജനം തന്നെ ആയിരുന്നല്ലോ. നമ്മളതിനെ ഒരു മതേതര രാഷ്ട്രമായി കാണുന്നതിൽ അർത്ഥമില്ലെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പാകിസ്ഥാൻ പോലെ തന്നെയാണ് ബംഗ്ലാദേശിന്റെയും ഏകദേശം കൾച്ചറൽ ഫാബ്രിക് ഇപ്പോൾ ഉള്ളത്. അത് ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോ ഇതിനു മുമ്പുണ്ടായിരുന്ന അവാമി ലീഗിന്റെ മിനിസ്ട്രി അത് വളരെയധികം ഈ പറഞ്ഞ പോലെ മതേതര സ്വഭാവം കാണിക്കുകയും കുറെ കൂടെ റിലീജിയസ് മൈനോറിറ്റീസിനെ കണക്കിലെടുക്കുകയും അവരുടെ അവകാശങ്ങളെ കണക്കിലെടുക്കുകയും ചെയ്തിരുന്നൊരു മന്ത്രിസഭയാണ്. അത് തകിടം പറഞ്ഞു പോവുകയും പിന്നീട് ഇപ്പോൾ ഇന്ററിം ഗവൺമെന്റ് വന്ന ശേഷം ഇത്ര പെട്ടെന്ന് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും പെട്ടെന്നുണ്ടായതല്ലെന്നും ഇത് പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പദ്ധതിയാണെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇതിനു മുമ്പ് ഏതാണ്ട് ഒന്ന് രണ്ട് മാസം മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ശങ്കരാചാര്യന്മാരെല്ലാവരും കൂടിച്ചേർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ചൈനയുടെ കാര്യമായ ശക്തി ഉണ്ട് എന്നൊരു കാര്യം അവർ അന്ന് നോട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ ഒരു സാങ്കത്യം ഉണ്ടെന്നാണ് ഞാനും കരുതുന്നത്. കേവലം ബംഗ്ലാദേശിന്റെ ആഭ്യന്തര പ്രശ്നമല്ല ഇത്. ഭാരതത്തിന്റെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന രണ്ട് ശത്രു രാഷ്ട്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രങ്ങൾ, ബംഗ്ലാദേശിന് അങ്ങനെ ഒരു മുഖ്യായ ഈ അടുത്ത കാലത്തൊക്കെ മാറ്റിയെടുത്തിരുന്നവർ, എങ്കിലും അത് വീണ്ടും ഈ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ ചൈനയുടെ അവരുടെ നയതന്ത്രപരമായ വല്ല കയ്യുമുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ഏഷ്യൻ കൺട്രീസിന്റെ മൊത്തം നിയന്ത്രണത്തിൽ വരികയും ഈ ഭാരതത്തോട് ശത്രുപരമായ ഒരു ഫുട് ഹോൾഡ് ആവശ്യമായി വരികയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പലയിടത്തും അവർ അത്തരത്തിലുള്ള ഡീസ്റ്റെബിലൈസിങ് തന്ത്രങ്ങൾ ഗവൺമെന്റുകളെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതും കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇസ്കോൺ എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ഭക്തി പ്രസ്ഥാനമാണ്. ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ്. ഒരു പക്ഷേ അവർ വളരെയധികം മറ്റ് ഹിന്ദു സംഘടനകളെക്കാൾ മിഷണറി സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. ഒരു പക്ഷേ ഇസ്ലാം ഭയക്കുന്നതും മിഷണറി സ്വഭാവമുള്ള സംഘടനകളെയാണ്. അപ്പോ എവിടെയാണെങ്കിലും ഇപ്പൊ നോക്കുക, പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ മൈനോറിറ്റീസിനെയും ഹിന്ദുക്കളെയും ആക്രമിക്കുന്നത് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇവരുടെ ഹസ്നത്ത് അബ്ദുള്ള എന്ന് പറയുന്ന ഇവരുടെ സ്റ്റുഡന്റ് ലീഡർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട വാദം, ഇസ്കോൺ is acting as an agent of the Awami League, attempting to destabilize the country. രാജ്യത്തെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇസ്കോൺ ശ്രമിക്കുന്നു, അവാമി ലീഗിന്റെ ഏജന്റ് ആയിട്ട് ഇസ്കോൺ പ്രവർത്തിക്കുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. അപ്പൊ നോക്കണം, എന്ത് മൃഷാപവാദവും എന്ത് നുണയും പറഞ്ഞിട്ട് ഒരു രാജ്യത്തെ മൈനോറിറ്റീസിനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്ലാം ഞാൻ എന്തുകൊണ്ടാണ് മതം പറയുന്നത്? ഇവിടെ ഒന്നും മനുഷ്യരല്ല തെറ്റുകാർ. ഇസ്ലാം എന്ന ആശയം തന്നെയാണ് ഇത്തരത്തിൽ മതന്യൂനപക്ഷങ്ങളോട്, ഇതര മതക്കാരോട്, വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങളും രീതികളും ഉള്ളവരോട് ഇത്രയധികം വിദ്വേഷം പുലർത്തുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അടിസ്ഥാന പ്രമാണങ്ങളെ പരമപ്രമാണമായി കാണുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് എന്ത് വിധേനയും ആ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ആരിഫ് നേരത്തെ പറഞ്ഞല്ലോ, കോടതികൾ ഒരു ആശ്വാസമാണ് ഇപ്പോൾ. അത് ശരിയാണ്, ഇപ്പോൾ മാത്രമാണ്. നോക്കിക്കോൾ, വരും ദിവസങ്ങളിൽ ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ കോടതികളുടെ കാര്യവും അല്ലെങ്കിൽ ജഡ്ജിന്റെ കാര്യമൊക്കെ തീരുമാനമാവും. ഇപ്പൊ ഞാൻ പറയാൻ കാരണം, ഈ കാട്ടാള സ്വഭാവം കാണിക്കുന്ന, അപ്പൊ ഞാൻ അവിടെ കണ്ടു ഒരു സ്കൂളിന്റെ മുൻപിൽ ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും കൊടികൾ നിലത്ത് വരച്ചിട്ട് അതിൽ ചവിട്ടിക്കൊണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് കയറി പോകണമെന്നാണ് ബാംഗ്ലാദേശിൽ. ഞാൻ കണ്ടിരിക്കും അങ്ങ് ഒരു പക്ഷേ അത്. അപ്പൊ ഈ ഇന്ററിം ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയെയും ഇസ്രായേലിനെയും ഇങ്ങനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട സൂചന ഇതര മതസ്ഥരോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമായി നിൽക്കുന്ന ഭാരതത്തോടുള്ള വെറുപ്പ്
അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പിന്നെ കൊള്ളരുതായ്മകളെ നേരിട്ട് ആക്രമിക്കുന്ന ഹമാസിനെ എതിർക്കുന്ന ഇസ്രായേലിനോടുള്ള എതിർപ്പൊക്കെ കാണിക്കുന്ന എന്താണ്? ഭാരതത്തിനകത്തുള്ള സുഡാപ്പി കുഞ്ഞുങ്ങളുടെ തന്ത തന്നെയാണ് ബാംഗ്ലാദേശിലെയും തീവ്രവാദികളുടെ തന്ത. ആ തന്തയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ലോകത്തെ ഏറ്റവും ഏറ്റവും ആസൂത്രിതമായ ഭീകരാക്രമണങ്ങൾ നടത്താൻ ഉള്ള ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്. കേരളത്തിലും അതിന് വളരെ അധികം സ്വാധീനമുണ്ട്. തിരഞ്ഞെടുപ്പിലൊക്കെ നിർണായക ശക്തിയാവാനുള്ള സ്വാധീനം അവർ നേടിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ബാംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം എന്നത് മാത്രമല്ല, എല്ലാ രാഷ്ട്രങ്ങളിലും അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ടെറർ സെൽസിന്റെ പേരാണ് ബാംഗ്ലാദേശ് എന്ന് ഇപ്പൊ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മുമ്പ് നമ്മുടെ ചർച്ചകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയം വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തുള്ള ഫണ്ടിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു പാകിസ്ഥാനെന്നോ മറ്റോ പറയുമ്പോൾ ഇതിലൊക്കെ എത്രയോ അപ്പുറത്ത്, ഈവൻ ഇൻക്ലൂഡിങ് ചൈന ഇവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ സംശയിക്കേണ്ടിയിരിക്കും. കാരണം നമ്മുടെ ശങ്കരാചാര്യന്മാർ അവരുടെ മീറ്റിംഗിൽ പറഞ്ഞതാണ്. കാരണം ഈ ബാംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഇങ്ങനെ ആക്കാം. അവിടെ നോക്കൂ, 8% താഴെ ഉള്ളൂ ഇപ്പോ. എന്ന് വെച്ചാൽ കൊന്നു തീർക്കുകയാണ്. അത് അതേ ജമാഅത്തെ ഇസ്ലാമിക് ഭാരതത്തിൽ മതേതരത്വത്തിന് വേണ്ടി ബാറ്റ് ചെയ്യാണ്. അപ്പൊ പല മുഖങ്ങൾ എടുക്കുന്ന ഒരു രാക്ഷസനെ പോലെ പല ഫാസറ്റ്സ് ഉള്ള ഒരു ടെറർ ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ബ്രെയിൻ ആണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മുടെ വിജനമായ ഫാക്ടറികളിൽ, കഞ്ചിക്കോടും മറ്റു ഫാക്ടറികളിൽ, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വലിയ ശാലകളിൽ, അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്നുണ്ട്. ഈ അതിഥി തൊഴിലാളികളിൽ പലരുടെയും ശരീരം നോക്കിയാൽ, നമ്മളവിടെ ബോഡി ടൈപ്പ് നോക്കിയാൽ ബംഗാളിയുടെ ബോഡി അല്ല ബംഗ്ലാദേശിയുടെ, കിഴക്കൻ ബംഗാളിയുടെ പിന്നെ ശരീരവും മുഖവും വ്യത്യസ്തമാണ്. മുഖത്ത് രോമ വളർച്ച കുറവായിരിക്കും, ഉയരം കുറവായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് അറുത്ത് കൊല്ലാനുള്ള മാനസികാവസ്ഥയുള്ള ടെറർ മൈൻഡ് ഉള്ള ഒരു വർഗം തന്നെയാണ് അവിടെയുള്ള ഇപ്പൊ ഈ പറഞ്ഞ ഹസ്നത്ത് അബ്ദുള്ളയെ പോലുള്ള ആളുകളുടെ പിന്മുറക്കാർ, അല്ലെങ്കിൽ അവരുടെ മുൻഗാമികൾ. അപ്പൊ അവരെയൊക്കെ നമ്മുടെ കേരളത്തിനകത്ത് ഇഷ്ടംപോലെ പ്രതീക്ഷിക്കണം. ഞാൻ പറഞ്ഞത് കേവലം ബൈ ദ ബാൻ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ദ പ്രോബ്ലം ഡസ് നോട്ട് എൻഡ്. അതായത് ഇങ്ങനത്തെ ആളുകൾക്ക് കേരളത്തിൽ ആധാർ കാർഡ് കൊടുത്ത്, റേഷൻ കാർഡ് കൊടുത്ത്, വോട്ടർ ഐ ഡി കൊടുത്ത്, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. നമ്മളത് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതുമാണ്. വ്യാജ ആധാർ കാർഡ് എല്ലാം ബംഗ്ലാദേശികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതെ, സംശയമില്ല. അതാ പറഞ്ഞത്, ബംഗാളി എന്ന് നമ്മൾ വിളിക്കുന്നവൻ പലരും ബംഗ്ലാദേശിയാണ്. അവരെന്തുകൊണ്ട് സൈലന്റ് ആയിരിക്കുന്നു? അൺടിൽ അവർക്കൊരു വിസിൽ വരും, ആ സമയത്ത് ഇവർ വ്യാപകമായ അക്രമം അഴിച്ചുവിടുമെന്ന് തന്നെ ചിന്തിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇവർ ഉടനെ പറയും നിങ്ങൾ വർഗീയത പറയുകയാണെന്ന് പറയും. വർഗീയതയല്ല. നമ്മൾ പാണക്കാട് കുറച്ച് കോഴി ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ അത് നക്കാൻ പോകുന്ന നായ്ക്കൾ വേറെ കാണും. ഞാനൊന്നും ആ വർഗത്തിൽപ്പെട്ട ആളല്ലല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് കോഴി ബിരിയാണി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് കുത്തിയിരുന്ന് തിന്നിട്ട് മതേതരത്വം വിളമ്പാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. 1921 മുതലുള്ള അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. 1921 മുതലെങ്കിലുമുള്ള കേരളത്തിന്റെ അനുഭവം എന്താണ്? അത്യന്തം അപകടകരമായ മത ആക്രമണം. അതിനാണ് ഗസ്വ എന്ന് പറയുന്നത്. ഇന്നൊരു രാഷ്ട്രീയ നേതാവ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഗാസിയുടെ വീട്ടിൽ കല്യാണത്തിന് പോയ പോസ്റ്റ് കണ്ടിരിക്കും അങ്ങ്. ഈ ഖാസി എന്ന പദവി എങ്ങനെ ഉണ്ടായതാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഉത്തരവുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ച് ഗസ്വകൾ, അതായത് മിന്നലാക്രമണങ്ങൾ നടത്തി മൈനോറിറ്റീസിന്റെ, അതായത് അവിടെയുള്ള അവിശ്വാസികളുടെ, ഇസ്ലാം ഇതര വിശ്വാസികളുടെ ഇടയിൽ ഗസ്വ നടത്തിയിട്ട് ആ നാട് പിടിച്ചെടുത്ത് നേതാവാവുന്നതാണ് ഗാജി. ആ പദം തന്നെ ഗസ്വ നടത്തുന്നതിനുള്ള പദമാണ്. അങ്ങനെ ഒരാളുടെ വീട്ടിൽ പോയിരുന്നത് ഇത് മതേതരത്വത്തിന്റെ ബിരിയാണിയാണെന്ന് പറയുമ്പോൾ ചില്ലറ ഉളുപ്പുകേടൊന്നും പോരെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം നേതാക്കന്മാർ അവിടെയും കാണാം, ബാംഗ്ലാദേശിലും. അതായത് ചിന്മയ് കൃഷ്ണദാസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു? അയാൾ വളരെ ശക്തമായിട്ട് 8 പോയിന്റുകൾ ബാംഗ്ലാദേശ് ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചു. അതിൽ ഒന്നാമത്തേത്, മൈനോറിറ്റീസിനെ ഈ പെർസിക്യൂഷൻ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായി മൈനോറിറ്റി ട്രൈബ്യൂണൽ വേണം. 2, അവിടെ ഒരു മൈനോറിറ്റി മിനിസ്ട്രി പോലും ഇല്ല ആക്റ്റീവായിട്ടുള്ള, അതിൽ ഒരു മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് കൊണ്ടുവരണം. ഇങ്ങനെ 8 പോയിന്റുകൾ അതിശക്തമായി സ്ഥിരമായി വാദിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇസ്കോണിനെ പുറത്താക്കി. പക്ഷെ ഇസ്കോണിന്റെ പേരിലാണ് ആൾ അറിയപ്പെടുന്നത്. വൈഷ്ണവ സന്യാസിയാണ്. ഗൗഡീയ വൈഷ്ണവ സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിനുള്ള ദേഷ്യം, അയാൾ കൃത്യമായി ഹിന്ദുക്കൾക്ക് എന്ത് അവകാശമാണ് വേണ്ടതെന്നുള്ള രീതിയിൽ പോരാടി. അതാണ് സത്യം പറഞ്ഞാൽ ഇയാളെ അവാമി ലീഗിന്റെ ആളാക്കി മാറ്റിക്കൊണ്ട്, അതായത് ഒരു മൃഷാപവാദം, ഒട്ടും സത്യമല്ലാത്തൊരു ആരോപണം ഉന്നയിച്ച് പോലും. ഇപ്പൊ ഞാൻ അതിന് എന്റെ ഓർമ്മയിൽ വരുന്നൊരു ഉദാഹരണം, 2020 നമ്മുടെ കൊറോണ കാലത്ത് മഹാരാഷ്ട്രയുടെ ബോർഡർ, ഗുജറാത്ത് ബോർഡർ പാൽഘർ എന്ന സ്ഥലത്ത് ജൂന അഖാഡയിലെ 2 സാധു വൃദ്ധ സന്യാസിമാരെ അടിച്ചടിച്ച് കൊന്നിരുന്നു. ക്രിസ്ത്യൻ ഭീകരവാദികളാണ് അത് ചെയ്തതെന്നാണ് അന്ന് അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്. അവര് ഈ കൊല്ലാൻ കാരണം ഈ സന്യാസിമാർ ഇവിടെ ഹിന്ദുമതം പ്രചരിപ്പിക്കാൻ വന്നവരാണെന്നൊരു ന്യൂസ് അവർക്ക് കിട്ടിയപ്പോ അവരെന്ത് ചെയ്തു? കൊച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സന്യാസിമാരാണിതെന്ന് അവരുടെ നാട്ടുകാരോട് ധരിപ്പിച്ചു, കള്ളത്തരം പറഞ്ഞ് ധരിപ്പിച്ചു.
നോക്കണം, എത്ര നിഷ്കളങ്കനായ ആ സന്യാസിയെ ഇവർ കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വന്നവരാണെന്ന് പറഞ്ഞിട്ട് പോലീസ് പോലും കൈകെട്ടി. ഭാരതത്തിനകത്താണ്, ബംഗ്ലാദേശിലല്ല, ഭാരതത്തിനകത്ത് പാൽഘറിൽ, മഹാരാഷ്ട്രയുടെ ബോർഡറിൽ ആ സന്യാസിമാരെ ആ രാത്രിയിൽ 60-70 വയസ്സുള്ള സന്യാസിമാരെ അടിച്ചടിച്ചു കൊന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ അവസ്ഥ ഇതാണ്. ബാംഗ്ലാദേശിലെ ചിന്മയ് കൃഷ്ണദാസിന്റെ അവസ്ഥ എന്തായിരിക്കും? ചിന്മയ് കൃഷ്ണദാസിനെ അവര് നോൺ വെജ് തീറ്റിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഈ തരത്തിൽ യാതൊരു ധർമ്മബോധവും ഇല്ല എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ്. അവർ മതേതരത്വം പറയും, ബിരിയാണി വിളമ്പും, ഏത് വരെ? നമ്മൾ അവരുടെ കീഴിലാവുന്നത് വരെ. ഇത് ലോകം മുഴുവൻ ചരിത്ര സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ഈ പർട്ടിക്കുലർ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി മാത്രം പറയുന്നില്ല, ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാനോ അനിൽ നമ്പ്യാരോ അല്ലെങ്കിൽ മറ്റൊരാളോ ഒരിക്കലും സേഫ് അല്ല. എന്തുകൊണ്ടല്ല? ഈ ഭാരതത്തിനകത്ത് പോലും ഈ നമ്മുടെ മോദിജി ഭരിക്കുന്ന കാലത്താണ് നടന്നത്, 2020-ലാണ്. ഈ 2 സന്യാസിമാരെ ഈസി ആയിട്ട് അടിച്ചു കൊല്ലാം. അതിന് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ മതി, പെണ്ണുപിടിയനാണെന്നോ അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനാണെന്നോ ഗ്രാമീണരുടെ ഇടയിൽ പ്രചരിപ്പിച്ചാൽ മതിയല്ലോ. ഇതേ തന്ത്രമാണ് ചിന്മയ് കൃഷ്ണദാസിനെതിരെ എടുത്തത്. അദ്ദേഹത്തിന്റെ വക്കീൽ പോലും കൊല്ലപ്പെട്ടു. നോക്കണം, ഒരു നിയമ സഹായം പോലും അദ്ദേഹത്തിന് ലഭ്യമാവാതിരിക്കാൻ ഭീകരവാദികൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ഭീകരവാദികളിൽ നിന്നാണോ കോടതിയുടെ അലിവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നാളെ നോക്കിക്കോളൂ, ശ്രീലങ്കയിലെ പോലെ കോടതിക്കകത്ത് ഒരു കയറിയിട്ട് മൊല്ലാക്കന്മാര് കാലുമക്കാലും കെട്ടിച്ച് ആ നീതിന്യായ പീഠത്തിൽ കയറിയിരിക്കും. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാൻ താലിബാൻ ഭരണം പിടിച്ചെടുത്തപ്പോ AK-47 തോക്കുമായിട്ട് കാക്കാമാര് കയറിയിട്ട് ആ കസേരയിൽ കുത്തിയിരിക്കും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ എഡ്യൂക്കേഷനോ ഹ്യൂമൻ റൈറ്റ്സിനോ അല്ലെങ്കിൽ സോഫ്റ്റ് ഫീലിങ്സിനോ ഇമോഷൻസിനോ ഒരു മാനവും കൊടുക്കാത്ത ഒരു രാക്ഷസ വർഗം, അവരിൽ നിന്ന് ചിന്മയ് കൃഷ്ണദാസിന് നീതി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒരു ദുഃഖകരമായ വേദന പറയട്ടെ, ഈ ഭാരതത്തിന്റെ പ്രതികരണം വളരെ തണുത്തതാണ്. കാരണം ഇങ്ങനെ പോരാ. സത്യത്തിൽ അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള അത്രയും ഭീകരമായ അവസ്ഥ അവിടുത്തെ ഹിന്ദുക്കൾ അനുദിനം നേരിടുകയാണ്. സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുകയാണ്, തലകീഴെ കെട്ടിത്തൂക്കി അടിച്ചു കൊല്ലുകയാണ്. അത് കണ്ടു നിൽക്കുകയാണ് ഈ ഗ്രാമീണവാസികൾ. ആലോചിച്ച് നോക്കണം, ഗ്രാമവാസികൾ. ഇത് നിരന്തരം അവിടെ നടക്കുന്നു. പല വാർത്തകളും പുറത്തു വരുന്നില്ല. ഇത് കൽക്കത്തയിൽ അങ്ങേക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, 2021 നമ്മുടെ ഈ ലോക്സഭാ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഇവര് നമ്മുടെ മമതാ ബീഗം അവരുടെ നേതൃത്വത്തില് അവിടെ കൽക്കത്തയിലുള്ള BJP-യുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകരുടെയും സാധാരണ ഹിന്ദുക്കളുടെയും 160ഓളം വീടുകൾ ആക്രമിച്ചിട്ട് അതിൽ 120ഓളം വീടുകൾ കത്തിച്ചു. 60 പേര് കൊല്ലപ്പെട്ടു. അവർ പലരും പലായനം ചെയ്ത് ഇപ്പോഴും ഡൽഹിയിലും മറ്റും താമസിക്കുകയാണ്. അവർ തിരിച്ചിതുവരെ പോകാനായിട്ടില്ല. നമ്മുടെ രാജ്യത്തിനകത്താണ്. അപ്പൊ കൽക്കത്തയിൽ ഇത്തരത്തിൽ ആരാണ് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്? ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് ഒരു ട്രയറ്റ് സൃഷ്ടിക്കുക, അതിനുള്ളിൽ കൂടെ മതപരമായ അവരുടെ വിദ്വേഷം തീർക്കുക എന്നുള്ളത് ഇവരുടെ പണ്ടേയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രീതിയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഹിന്ദു സംഘടനകൾ മിക്കതും ഗാന്ധിസത്തിന്റെ പിന്നാലെ പോവുകയും ഗാന്ധിയൻ ലൈൻ സ്വീകരിക്കുകയും ചെയ്തത് ഇവർക്ക് വലിയ അനുഗ്രഹമായി. അതുകൊണ്ടല്ലേ എങ്ങനെയാണ് ഒരു ഐഡിയോളജിക്കൽ ട്രെയിനിങ് ഇല്ലാതെ ഒരാൾ പാർട്ടിക്കകത്തേക്ക് വരുന്നത് എത്ര വലിയ അപകടമാണെന്ന് സന്ദീപ് വാര്യർ കാണിച്ചു തന്നു. ഐഡിയോളജിക്കലി ഹിന്ദുധർമ്മത്തോടോ ഐഡിയോളജിക്കലി രാഷ്ട്രത്തോടോ അതിന്റെ ഉറച്ച ബോധമില്ലാത്ത ഒരാളെ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ, അയാൾ പാർട്ടിയിൽ സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ, നാളെ അയാൾ വിചാരിക്കുന്ന സ്വന്തം പാളയത്തിൽ പോയി തിരിച്ചു കൊത്തില്ല എന്ന് എന്തുറപ്പുണ്ട്? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഐഡിയോളജിക്കലി വളരെയധികം ലൂസായി കഴിഞ്ഞു. ഇത് ശരിയാവില്ല. കൽക്കത്തയിൽ പോലും ബംഗ്ലാദേശികൾ കടന്നിട്ടാണ് ആക്രമണം നടത്തിയത്. ബാംഗ്ലാദേശി ഭീകരവാദികളാണ് കൽക്കത്തയിൽ പോലും ആക്രമണം നടത്തിയത്. ഇത് നമ്മുടെ രാജ്യത്തിനകത്തും കേരളത്തിലും എല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അപ്പുറത്ത്, അതായത് കൽക്കത്തയിൽ അന്ന് 2021 നടന്നതിന്റെ 100 ഇരട്ടിയാണ് ഇപ്പോൾ അനുദിനം ബാംഗ്ലാദേശിൽ നടക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഹിന്ദു വംശീയ ഹത്യക്കുള്ള ഏറ്റവും ഒടുവിലത്തെ കാരണമായി തീരും.